ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആരാധന കണ്ട് ദൈവാത്മാവിൽ സന്തോഷിക്കുന്ന സർവർക്കും മനുഷ്യാവതാരം ചെയ്ത് നമ്മളെ രക്ഷിക്കുവാൻ പങ്കപ്പാടുകൾ ഏറ്റെടുത്ത അതുല്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ ആദരവ്. ഇതൊരു മഹത്തായ ദിനമാണ്. ലോകത്തിന് രക്ഷ നൽകുവാൻ ദൈവം പ്രസാദമായി തിരഞ്ഞെടുത്തതായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ സുദിനം. അതിനാൽ ഇതിനെ വലിയ വെള്ളിയാഴ്ച എന്ന് പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു. യേശുവിൻ്റെ പങ്കപ്പാടുകൾ ഓർത്ത് ദുഃഖവെള്ളിയാഴ്ച എന്ന മലയാളത്തിൽ നമ്മൾ പ്രത്യേകം വിളിക്കുന്നു. യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ്? ഈ ചോദ്യം ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്ര പഠിതാക്കൾക്കും ന്യായവിധിയും കുറ്റാന്വേഷണ വിദഗ്ധരുമൊക്കെ ചരിത്രത്തിൽ ഈ ചോദ്യം ഉന്നയിച്ച് അതിനുത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത വിധം ഇതിന് ഭൗമികമായ ചരിത്രപരമായ ഒരു തലം മാത്രമല്ല എന്നതുകൊണ്ട് രക്ഷാചരിതത്തിലൂടെയാണ് യേശുവിൻ്റെ രക്ഷാദായകമായ മരണത്തെ ക്രിസ്തീയ സഭ വീക്ഷിക്കുന്നത്. വളരെ സംഭവ ബഹുലമായ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യ ആഴ്ച, അനേക സ്ഥലങ്ങളിൽ അനേക വ്യക്തികളോട് ചേർന്ന് ആ ജീവിതം അങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. ഭരണകർത്താക്കളുണ്ട്, പടയാളികളുണ്ട്, യഹൂദ മതത്തിൻ്റെ പ്രധാന ആചാര്യന്മാരുണ്ട്, വേദ വ്യാഖ്യാതാക്കളുണ്ട്, സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും, അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ വിവിധ ഭാവത്തിൽ വിവിധ വികാരങ്ങളോടും ഇതിൽ സംബന്ധിക്കുന്നതായി നാം കാണുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് വിവിധമായ ചിന്തകൾ കടന്നു വന്നിട്ട് വലിയ ജനക്കൂട്ടം പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന ആ തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗുഥ എന്ന യെരുശലേമിൻ്റെ പട്ടണത്തിന് പുറത്ത ആ സ്ഥലത്തേക്ക് നീങ്ങുന്ന യേശുവിനോടുകൂടെ ചേരുന്നുണ്ട്. പടയാളികൾ നിർബന്ധപൂർവം യേശുവിൻ്റെ കൂടെ ചിലരെ ചേർക്കുന്നുമുണ്ട്. കുറേനക്കാരനായ ശിമോനെ നിർബന്ധിച്ച് യേശുവിൻ്റെ ഒരു സഹായി എന്ന നിലയിലാണ് ആ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ യേശുവിനെ ക്രൂശിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരെയും കൂടെ തിരഞ്ഞെടുത്ത് അവർ അതിന് നിയുക്തരാക്കി. യേശുവിനെ മാത്രമല്ല, യേശുവിൻ്റെ കൂടെ അവനേക്കാൾ നീചമായ പ്രവർത്തികൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ട രണ്ടുപേരെയും കൂടെ കൂട്ടിയാണ് അവിടെ കൊണ്ടുപോയി ക്രൂശിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. വിവിധ തരത്തിലുള്ള ധ്യാന ചിന്തകൾ, വിവിധ തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഇന്നേ ദിവസം നമ്മുടെ മനസ്സിൽ കല്ലോലമാലകൾ പോലെ കടന്നു വരികയാണ്. എന്നെ വളരെ ആകർഷിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ചിന്തയ്ക്ക് ഇടം നൽകുന്നതായ ഒരു രംഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വേദഭാഗത്ത് അത് വിവരിച്ചിട്ടുണ്ട്. യേശുവിനോടൊപ്പം കുരിശിൽ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ ഇപ്രകാരം പറഞ്ഞു: നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇങ്ങനെ പറഞ്ഞ് യേശുവിനെ ദുഷിച്ചു. യേശുവിനോടുകൂടെ
ക്രൂശിക്കപ്പെട്ട മറ്റൊരുവൻ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ ലഭിക്കുന്നത്. എന്നാൽ ഇവൻ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു തമ്പുരാൻ അവനോട്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. The whole gamut of the salvation plan is succinctly narrated in this brief account of the gospel. നമ്മുടെ കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചരിതവും സംഭവവും വളരെ വ്യക്തമായി സ്പഷ്ടമായി ഈ ചെറിയ ഒരു വിവരണത്തിലൂടെ ലോകത്തിന് സുവിശേഷകൻ നൽകുന്നുണ്ട്. യേശു തമ്പുരാൻ ആരാണ്? യേശു തമ്പുരാൻ ജനിച്ചതിൻ്റെ അന്നു മുതൽ ഈ സംശയം ആളുകളുടെ മനസ്സിൽ, ലോകത്തിൻ്റെ മനസ്സിൽ, അധികാരികളുടെ മനസ്സിൽ ഉയർന്നു വരികയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരെയും ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനം റോമിൻ്റെ ആധിപത്യത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. റോമിലിരുന്ന് റോമിലെ ചക്രവർത്തി റോമിനെ ഭരിക്കുക, റോം പിടിച്ചടക്കി വെച്ചിട്ടുള്ളതായ ഇസ്രായേൽ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നതായ യഹൂദന്മാരുടെ രാജ്യത്ത് ചക്രവർത്തി നിയുക്തരായിട്ടുള്ള പ്രാദേശിക രാജാക്കന്മാരും ചക്രവർത്തിയാൽ നേരിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളതായ ഗവർണർമാരും അടങ്ങുന്നതായ ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമാണുള്ളത്. ഇതുകൂടാതെ യഹൂദന്മാർ ദൈവജനമാണെന്ന് അറിയാവുന്നത് കൊണ്ടും അവർ മറ്റാർക്കും വശംവദരാകുകയില്ല എന്നുള്ളത് കൊണ്ടും അവരുടെ ഉള്ളിലുള്ള കാര്യം അവർ തന്നെ നിശ്ചയിക്കാൻ 70 പേരോ 72 പേരോ അടങ്ങിയ സന്നദ്ധി സംഘത്തെയും യഹൂദ ഭരണവർഗം അവർക്കായി നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് നേരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും അത് ശിക്ഷാവിധിക്ക് യോഗ്യമാകുന്നത് കണ്ട് ശിക്ഷിക്കുവാൻ ആ സമിതിക്ക് അധികാരമുണ്ട്. എന്നാൽ മരണശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകുവാൻ ആ സമിതിക്ക് അധികാരമില്ല. അധികാരമുണ്ടായിരുന്നെങ്കിൽ യേശുവിനെ പീലാത്തോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയോ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യുകയില്ല. ഇതിനു മുമ്പ് തന്നെ അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് യേശുവിനെ നിഗ്രഹിച്ച് കഴിയുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭരണ സംവിധാനത്തിൽ പെട്ട, അതിൻ്റെ അതിർത്തികൾക്കുള്ളിൽപ്പെട്ട യേശുവിനെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ യേശു ആരാകുന്നു? ഓരോ ഉപദേശങ്ങൾ കേട്ടപ്പോഴും ആളുകളിൽ പലരും ഇവൻ ആരാകുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ആളുകൾ സംശയരൂപേണയും അവനെ പ്രകീർത്തിച്ചും ഇവൻ ആരാകുന്നു എന്ന ചോദ്യം ചരിത്രത്തിൽ ഉന്നയിച്ചു. ജനസമൂഹത്തിലും ഭരണകർത്താക്കളുടെ ഇടയിലും യഹൂദമതത്തിൻ്റെതായ ആ ഭരണ സംവിധാനത്തിന് ഉള്ളിലും വലിയ വില്ലലുകളും വലിയ ചോദ്യങ്ങളും വലിയതായ അധികാരം നഷ്ടപ്പെടുത്തുന്നതിൻ്റെതായ വലിയ തിരമാലകളും യേശുവിൻ്റെ ഉപദേശവും പ്രവർത്തനം മൂലം ഇതുവരെ ഉണ്ടായി എന്നുള്ളത് സ്പഷ്ടമാണ്. യേശു തമ്പുരാൻ പാപികളായ നമ്മളോട് അനുരൂപപ്പെട്ടു, സദൃശ്യപ്പെട്ടു, താദാത്മ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ദൈവികമായ ചിന്തയാണ്, ചരിത്രത്തിലേതല്ല. പാപപങ്കുലമായ മനുഷ്യവർഗത്തോട് ദൈവപുത്രൻ ഏകീഭവിച്ചു. God identified himself with the suffering and the sinful humanity in history. ഗണിക്കപ്പെടുക, പരിഗണിക്കപ്പെടുക, കൗണ്ട് ചെയ്യുക. നമ്മൾ കുറച്ച് പഴവർഗ്ഗങ്ങൾ മുമ്പിൽ വെച്ചിട്ട്
നല്ല മധുരമുള്ളത് മധുരമില്ലാത്തത്, നല്ല നിറമുള്ളത് നിറമില്ലാത്തത്, കേടുപാട് പറ്റിയത് കേടുപാട് പറ്റാത്തത്, ഇങ്ങനെ തരംതിരിക്കുന്നത് പോലെ യേശു തമ്പുരാൻ മനുഷ്യവർഗത്തോട്, യേശു തമ്പുരാൻ്റെ ജീവിത ഭൂമിയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്നവരോട് പോലും, അക്കാലത്തിലുള്ളവരോടും ഈ കാലത്തിലുള്ളവരും വരുവാനിരിക്കുന്ന സർവ്വ ജനതയോടും യേശു തമ്പുരാൻ ഗണിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് അവൻ ദുഷ്കർമ്മികളോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. കുരിശ് വഹിക്കാൻ സഹായിക്കാൻ ശമോനെ കൊണ്ടുപോയെങ്കിലും ഇവിടെ യേശുവിനെ കൊല്ലുന്നതിന് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി കൊല്ലേണ്ട ആവശ്യമില്ല. ദുഷ്കർമ്മികളുടെ ഇടയിൽ അവൻ ഗണിക്കപ്പെട്ടു. ഹി വാസ് കൗണ്ടഡ് എമംഗ് ദ ക്രിമിനൽസ്. നമ്മൾ ഇവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഉന്നതി കൊണ്ടാകാനാണ് സാധ്യത. മൂലഭാഷയിലുള്ള വാക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ ഈ ട്രാൻസ്ലേഷനിൽ നല്ലൊരു ട്രാൻസ്ലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദുഷ്പ്രവർത്തിക്കാർ, ദ ക്രിമിനൽസ്. കള്ളൻ എന്നതുകൊണ്ട് മലയാള ഭാഷയിൽ നമ്മൾ പെട്ടെന്ന് എന്താ മനസ്സിലാക്കുന്നത്? മോഷ്ടിക്കുന്ന സ്വഭാവം, മോഷ്ടിച്ച ആളാണ് കള്ളൻ. കൊലപാതകനെ നമ്മൾ കൊലപാതകനെന്ന് തന്നെ വിളിക്കുകയുള്ളൂ, മോഷ്ടാവിനെ കൊലപാതകനെന്ന് വിളിക്കുകയില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ദുഷ്കർമ്മികൾ എന്ന ആ വാക്കുകൊണ്ട് കള്ളത്തരം മാത്രമല്ല, എല്ലാ ക്രിമിനൽ, എല്ലാ തരത്തിലുള്ള ആകാഴികളും ചെയ്യുന്ന പൊതുസ്വഭാവമുള്ള മനുഷ്യരോടുകൂടി യേശു തമ്പുരാൻ ഗണിക്കപ്പെട്ടു. അങ്ങനെ യേശു തമ്പുരാനും ഇങ്ങനെ ദുഷിക്കപ്പെട്ടതായ മനുഷ്യവർഗവും ഒരേ തലത്തിൽ തൂക്കപ്പെട്ടിരിക്കുക. ആ ക്രൂശയിലോട്ട് നിങ്ങൾ നോക്കിക്കേ. യേശു തമ്പുരാനും അവൻ എത്ര നല്ലവനായിരുന്നു, തിന്മപ്പെട്ടവനായിരുന്നു എന്നുള്ളത് ജനം പറയുന്നുണ്ട്, യഹൂദമതത്തിലെ ആളുകൾ പറയുന്നുണ്ട്, ന്യായാധിപൻ പറയുന്നുണ്ട്, പടയാളികൾ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ വലിയ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിൻ്റെ ക്ലൈമാക്സിൽ യേശുവിൻ്റെ കുരിശിന് ഇപ്പുറവും അപ്പുറവും രണ്ട് ദുഷ്കർമ്മികളോട് ചേർന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിൽ യേശു വന്നനുഭവിച്ച ഈ മരണത്തിൻ്റെ പ്രസക്തി എന്താകുന്നു, അവൻ ആരാകുന്നുവെന്ന് സുവിശേഷപരമായി ലോകത്തിന് വെളിവാകുന്ന അതുല്യമായ ഒരു തലമാണ് ഈ ക്രൂശിക്കപ്പെട്ട ഈ രംഗം. ചരിത്രത്തിൽ ആദ്യമായി ക്രൂശ് മരണം നടപ്പാക്കിയത് പേർഷ്യയിലാണ്. വളരെ നിന്ദ്യമായ പ്രവർത്തികൾ ചെയ്ത് രാജ്യദ്രോഹം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനെ അവൻ്റെ പാദം ഭൂമിയിൽ സ്പർശിച്ചാൽ ഭൂമി അശുദ്ധമാവും. അവനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയാൽ അന്തരീക്ഷവും ആകാശവും അശുദ്ധമാവും. അതുകൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ മരത്തിൽ അവനെ ക്രൂശിക്കുക എന്നുള്ള ഇത്തരത്തിലുള്ള ശിക്ഷാവിധി ചരിത്രത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് പേർഷ്യയിലാണ്. അതിൽ നിന്ന് പിന്നീട് ചരിത്രത്തിൽ അത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. ഗോൾ മുതലായ സ്ഥലങ്ങളിൽ ഇത് പ്രാവർത്തികമായി. അങ്ങനെ ആഫ്രിക്കൻ രാജ്യവും ഈ റോമാക്കാരുടെ ആധിപത്യത്തോട് ചേർന്നിട്ടുള്ള സ്ഥലമാകിയാൽ ഇത്രയും നീചമായ പ്രവർത്തികൾ ചെയ്ത് ആളുകളെ കൊല്ലുന്ന ഈ സംവിധാനം, ഈ ശിക്ഷാവിധി റോമാക്കാരും അഡോപ്റ്റ് ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് യേശുവും ശിക്ഷാവിധിയാക്കാനിടയായത്. അതുകൊണ്ട് ഭൂമിക്കും ആകാശത്തിനും പവിത്രതയുണ്ടാകുവാൻ ഈ പാപമംഗലമായ മനുഷ്യനെ മരത്തിൽ തൂക്കിക്കൊല്ലണമെന്ന് അവർ നിശ്ചയിച്ചു. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ നമ്മുടെ വർഗത്തോട്, നിങ്ങളോടും എന്നോടും നമ്മുടെ പാപത്തെയും നമ്മുടെ തിന്മയെയും സ്വീകരിക്കുവാനും അതിനെ തരണം ചെയ്യുവാൻ, അതിനെ അതിജീവിച്ച്
പാപരഹിതമായ ഒരു പുതിയ മനുഷ്യവർഗത്തെ രൂപീകരിക്കുവാൻ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തോട് ചേർന്നവൻ ക്രൂശിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം. അല്ലാതെ അന്ന് രണ്ടുപേരോട് ചേർന്നതല്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ആത്മനിറവിൽ ഈ രക്ഷാദായകമായ പ്രവർത്തനത്തെ നമ്മുടെ വിശ്വാസിയുടെ ജീവിതമായി ബന്ധിപ്പിക്കുമ്പോൾ വലിയ കൂദാശയായ പരിശുദ്ധ മാമോദീസായിൽ നാം അവരുടെ മരണത്തോടും അവൻ്റെ പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്നു. അല്ല, 2000 വർഷത്തിനപ്പുറത്ത് നടന്ന സംഭവത്തെ ആളുകൾ ഇന്നിവിടെ കൂടി അനുസ്മരിക്കുക മാത്രമല്ല, കൗദാശികമായ പാർട്ടിസിപ്പേഷൻ, ദ ഫെലോഷിപ്പ്, ദ കമ്മ്യൂണിയൻ ഇൻ ദ സാൽവിഫിക് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്. പൗലോസ്ലീഹ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും ആഴമേറിയ ഒരു തലം കൗദാശികമായി തന്നെ യേശുവിൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നാം അറിയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മനിറവിൽ ആ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ, റോമാലേഖനത്തിലൂടെ ലോകത്തിന് നൽകിയിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സഭ, പ്രത്യേകിച്ച് പൗരസ്ത്യമായ ഓർത്തഡോക്സ് സഭകളൊക്കെ ആ മാമോദീസ കൂദാശ കർത്താവിനെ മരണത്തിനും പുനരുദ്ധാനത്തിനും പങ്കാളിത്തം വഹിക്കുന്ന ഓരോ വ്യക്തിയും പങ്കാളികളാകുന്ന ആ ജീവിതത്തിൻ്റെ ആ അനുഭവമായ യാഥാർത്ഥ്യത്തെ ലോകത്തിന് വെളിവാക്കി കാണിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ദുഷ്പ്രവർത്തിക്കാരുടെ ഗണത്തിൽ അവൻ ഗണിക്കപ്പെട്ടു, അവൻ എണ്ണപ്പെട്ടു. നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശു മിശിഹാ തമ്പുരാൻ അങ്ങനെ പാപികളുടെ, ദുഷ്പ്രവർത്തിക്കാരുടെ, ക്രിമിനൽസിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. അത് നിങ്ങൾക്കും എനിക്കും എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയാവുന്ന എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവിനോടുകൂടി ക്രൂശിച്ച ഒരു വശത്തുള്ള മനുഷ്യനും മറുവശത്തുള്ള ആ മനുഷ്യനും വേദപുസ്തകത്തിലെ ഈ വിവരണം കണ്ട് ആളുകൾ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനുള്ള ഒത്തിരി ഉത്ബോധനം നൽകേണ്ട ഒരു സന്ദർഭമല്ല ഇത്. എങ്കിലും നമ്മുടെ സഭ നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന, മറ്റനേക സഭകൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ ക്രൂശിൻ്റെ വലതുഭാഗത്ത് ക്രൂശിച്ച കള്ളൻ യേശുവിനോട് അഭ്യർത്ഥിക്കുകയും ഇടതുഭാഗത്തുള്ളവൻ യേശുവിനെ ദുഷിക്കുകയും ചെയ്തു എന്ന് വേദപുസ്തകപരമായും വേദശാസ്ത്രപരമായും നാം മനസ്സിലാക്കുക. യാതൊരു അപാകതയും അതിനില്ല. റൈറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് ശരി എന്നും അതൊരു ദിശയെ സൂചിപ്പിക്കാനാണെങ്കിൽ വലത് ഭാഗം എന്നും അർത്ഥമുണ്ട്. ഇന്ന് കാണുന്ന ലെഫ്റ്റും റൈറ്റും തമ്മിൽ അതിനെ ബന്ധിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. റൈറ്റ് ഈസ് റൈറ്റ്. വിധി നിർണായകമായ ആ സന്ദർഭത്തിൽ രാജാവ് വരുന്നു, എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. വലതുഭാഗത്തുള്ളവരോട് അവൻ പറയും അനുഗ്രഹീതമായ സന്ദേശം. സംശയം ചോദിക്കുന്നവരോട് യേശുവിൻ്റെ ഉപമയിൽ, ഈ പ്രഖ്യാപനത്തിൽ വലതിനോട് എന്തിന് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുക. വലതുഭാഗത്തുള്ളവരോട് എൻ്റെ വാത്സല്യമുള്ളവരെ എന്ന് പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണമാണ്. യേശു തമ്പുരാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. എന്തുകൊണ്ട് ഇടത് പറഞ്ഞില്ല അറിയില്ല. സ്തെഫാനോസ് ശ്ലീഹ കല്ലേറ് കൊള്ളുമ്പോൾ യേശു തമ്പുരാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നതാ. എന്തുകൊണ്ട് മറുഭാഗത്തെക്കുറിച്ച് പറഞ്ഞില്ല അറിയില്ല. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ബാക്കി ക്ലാസ് എടുക്കുന്നത് ഇന്ന് ശരിയല്ലാത്തതുകൊണ്ട് അവരവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക. വലതുഭാഗത്തുള്ള ആൾ തന്നെ, സംശയം വേണ്ട. ഇത്രയും കാര്യങ്ങൾ വേദപുസ്തകത്തിൽ, ഇത് മാത്രമല്ല ധാരാളം ഇത്തരത്തിലുള്ള സൂചനകൾ വലതുഭാഗത്തുള്ളതെന്ന് പറയുന്നത് കൊണ്ട് ഈ സഭ, ഇതുപോലെയുള്ള പൗരാണിക സഭ, ആ നന്മ സ്വീകരിച്ച, യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ, യേശുവിൽ നിന്ന് പരദീസയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയ ആ വ്യക്തിയെ
വലതുഭാഗത്തുള്ളവനെന്ന് വിവക്ഷിക്കുന്നതിൽ ചരിത്രപരമായും വേദശാസ്ത്രപരമായും വേദശാസ്ത്രപരമായും തെറ്റില്ലെന്നും കൂടെ നാം ഇന്ന് തിരിച്ചറിയേണ്ടതാണ്. മറുഭാഗത്ത് കിടന്നയാള് അവനാകാനേ സാധിച്ചുള്ളൂ. ലോകത്തിലെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ നടുവിൽ യേശു തമ്പുരാൻ സകലർക്കിടെയും ജീവന് വേണ്ടി മരിക്കാൻ തയ്യാറായി ക്രൂശിതനായി കിടക്കുമ്പോൾ വർഗത്തെ നാം ഒന്ന് തരംതിരിച്ചാൽ 2 കാറ്റഗറിയിൽ നിങ്ങളും ഞാനും പെടും. ഇത് വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ കണ്ണാടിയുടെ അടിയിലേക്ക് തന്നെ വായിക്കുമ്പോൾ ഭക്തിയാദരവോടുകൂടി വായിക്കുവാണെങ്കിലും കുറേ വായിച്ച് 2-3 ആവർത്തി വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണാടിയുടെ മുമ്പിലോട്ട് പോകും. എൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് നമ്മുടെ ആ ചിത്രം തെളിഞ്ഞു വരും. അവൻ്റെ ന്യായമായ ഒരു സംശയം ഇതാണ്: ക്യാൻ ഗോഡ് ഡൈ? ഇപ്പം നമ്മുടെ ഇവിടുത്തെ ചിന്തിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് സംശയത്തോടെ കാണുന്ന ബുദ്ധിരാക്ഷസന്മാർ, അന്നും ഇന്നും പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ എന്തിനാ പോന്നെ? ഇങ്ങോട്ട് വന്നേ മോനെ, നീ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടേ, ഞങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ്. ക്യാൻ ഗോഡ് ഡൈ? ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ചരിത്രത്തിൽ നമുക്ക് പുറകോട്ട് പോയി എടുക്കാൻ കഴിയുന്ന ഏടുകൾ മുഴുവൻ എടുത്താൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദൈവം മരിക്കുന്ന ചിത്രമുണ്ടോ? അയ്യോ, അഥവാ ഇനി മരിക്കുന്ന ആളിനെ ദൈവമെന്ന് ആരെങ്കിലും പറയുമോ? അപ്പം പിന്നെ നമ്മളും ദൈവവും തമ്മിലുള്ള, ദൈവം സർവശക്തനാകുന്നു, സർവവ്യാപിയാകുന്നു, ഞങ്ങളെക്കാളൊക്കെ ബഡാ സാബ് ഹേ, ഇങ്ങനെ വലിയ ആളാണ് എന്ന് നമ്മൾ വിചാരിച്ച് വിവക്ഷിച്ചിരിക്കുക. അതിന് അദ്ദേഹത്തെ പ്ലീസ് ചെയ്യുവാനായിട്ട് ബലി കൊടുക്കുന്നു, പ്ലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, താല്പര്യമുള്ളവർ ധാർമ്മിക ജീവിതം നയിക്കുന്നു, അല്ലാത്തവരെന്തെല്ലാം കാര്യം ചരിത്രത്തിൽ ചെയ്യുന്നത് അദ്ദേഹം സർവശക്തനായോണ്ടോ? അയ്യോ, ഇപ്പം നാച്ചുറൽ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പ്രതീകമാണ് ദുഷ്കർമ്മികളിൽ ഒരുവൻ. അവൻ പഠിച്ച പാഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൊച്ചിലെ മുതൽ കേൾക്കുന്ന കഥയിലൊന്നും എൻ്റെ ഈ പ്രായത്തിൽ ദൈവം മരിച്ചതായ ഒരു ചരിത്രമില്ല. അപ്പോൾ ഞാൻ ചെയ്ത ദുഷ്കൃത്യം എന്താണെന്ന് ഏത് തരത്തിൽ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയാലും, ഏത് തരത്തിൽ നമ്മൾ അതിനെ മനസ്സിനെ പഠിക്കാൻ ശ്രമിച്ചാലും, ഏത് താഴിട്ട് പൂട്ടിയിരിക്കുന്നതിനെ തുറക്കാൻ ശ്രമിച്ചാലും, ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയുണ്ടോ, മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് പ്രത്യുത്തരം നമ്മൾ കൊടുത്തതുകൊണ്ടോ എൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയുവാൻ ലോകത്തിലൊരു മാർഗവുമില്ല, നിങ്ങളുടേതും. അപ്പോൾ ആ മനുഷ്യനറിയാം, എൻ്റെ കൂടെ ഇവൻ ക്രൂശിക്കപ്പെട്ടെങ്കിൽ എന്നെ പോലെയോ അല്ലെങ്കിൽ ഒരു പടി കൂടുതലോ ദുഷ്കർമ്മിയാണ് ഈ യേശു. കോടിക്കണക്കിന് ആളുകൾ ഇത് പാടി വാഴ്ത്തി സ്തുതിച്ച് ക്രിസ്തുമതത്തിനെയും ക്രിസ്തുവിനെയും നമ്മളെയും അപഹസിച്ച് ആനന്ദം കണ്ടെത്തി മുന്നോട്ട് പോവുക. യേശു നീചനായതുകൊണ്ടേ, യേശു നികൃഷ്ടനായതുകൊണ്ട് നമ്മളും അതാണെന്ന് വിചാരിച്ച് ആനന്ദം കണ്ടെന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. ശാന്തമായി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളെ, അറിവുകളെ,
തിരുത്താൻ ദൈവം നമുക്കൊരവസരം തരും. ഒന്നേ ഉള്ളോ ഇതുവരെ തന്നേക്കുന്നേ? ഉള്ളോ? അല്പ ആത്മീയതയുള്ളവർ പറയും, തിരുമേനി ഒന്നല്ല 100 സന്ദർഭങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല. അതാ നമ്മുടെ ആ ശാഠ്യം, നമ്മുടെ ആ ഈഗോ, നമ്മുടെ അഹന്ത, നമ്മുടെ അറിവിലുള്ള നമ്മുടെ കൂടുതൽ താല്പര്യം, അങ്ങനെ പലതും കൊണ്ട് നന്മയുടെ വഴി ഒരുത്തൻ കാണിച്ചു തന്നാലും സ്വീകരിക്കുകയില്ല. അതാണ് മറുഭാഗത്ത് കിടക്കുന്നവൻ. അവർ ഇതുവരെ ഒരേ ജയിലിൽ കിടന്നതുകൊണ്ട് അവർക്കറിയാം അവരുടെ പ്രവർത്തനം എന്താണെന്ന്. ദേ ആർ ഓൺ പാർ ഇൻ ദെയർ ലൈഫ്. അവർ തുല്യരാ. അതുകൊണ്ട് വെളിച്ചം ലഭിച്ചവൻ യേശുവിന് എൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തോട്ട് പറയുകയാണ്, അങ്ങനല്ല, നമ്മൾ ചെയ്തതിൻ്റെ ന്യായമായത് നമുക്ക് ലഭിക്കുന്നു, എന്നാൽ ഇവൻ നിഷ്കളങ്കനാകുന്നു. യേശുവിനെ അവൻ ദുഷിച്ചു. ഹി റിവൈൽഡ് ഓൺ ജീസസ്. യേശുവിന് നേരെയുള്ള എല്ലാ തരത്തിലുള്ള അസഭ്യങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ടാവും. അവൻ ഓൾറെഡി ക്രിമിനലാണ്. രണ്ടാമത് യേശുവിൻ്റെ കൂടെ ഗണിക്കപ്പെടാൻ വേണ്ടി ഇന്ന് കൊല്ലേണ്ട ഒരു മനുഷ്യനല്ലായിരിക്കാം, പക്ഷെ യേശുവിൻ്റെ കൂടെ ഗണിക്കപ്പെടേണ്ടതിന് അവനെ കൊണ്ടുവന്ന് ഈ ക്രൂശിക്കുന്നതായ ആ ചിത്രം, ഭാരതത്തിൽ നമ്മുടെ ഈ പ്രജകളായ നമ്മളെ തന്നെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ശുദ്ധവായുവും വെളിച്ചവും കാണാത്ത ഇരുട്ടിൻ്റെ അറയിലേക്ക് ഇടാനുള്ള കാരാഗ്രഹങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും തയ്യാറായിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പോകാൻ പറ്റും. ലോക ചരിത്രത്തിൽ ഭരണവർഗം സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടി മാത്രം ഒരുക്കുന്നതായ ഇതുപോലത്തെ ചതിക്കുഴികൾ നാം ഒന്ന് ആലോചിച്ചാൽ വിഷയമാവും. ആ ചാട്ടവാറിൻ്റെ അടി, ഈ ജനമധ്യത്തിലുള്ള അപഹാസ്യം, വേദന, ശരീരത്തിനും മനസ്സിനും എല്ലാ തരത്തിലും അങ്ങനെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവും നീചവുമായ പ്രവർത്തനത്തിൽ അകപ്പെട്ട് അങ്ങനെ അനുഭവിക്കുമ്പോൾ വാ തുറന്നാൽ അതിൽ നിന്ന് വരുന്നത് നല്ല വാക്കുകളാകുകയില്ല. അങ്ങനെ വാ തുറന്ന് അവനായി തന്നെ അസഭ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ദുഷികളും അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. എല്ലാ കാലത്തുമുള്ള ഈ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു 50% ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്രയെങ്കിലും ശതമാനം ഉണ്ടോ എന്ന് സമയം കിട്ടുമ്പോൾ ചിന്തിക്കുക. എൻ്റെ 50% ഈ ദുഷിച്ച കള്ളൻ്റെ സ്വഭാവമാണ്, സംശയമില്ല. ഇത് യേശുവിൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ബന്ധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രവും നമുക്കുള്ള ഒരു സാധ്യതയുമാണ്. എത്രയോ ആളുകൾ നല്ല ഉപദേശങ്ങൾ പറഞ്ഞിട്ട്, മാതാപിതാക്കളുടെ ഉപദേശം പറഞ്ഞിട്ട്, കുഞ്ഞുങ്ങൾ വെളിച്ചമുള്ളവരായി തീർന്ന അവരുടെ ഉപദേശം പറഞ്ഞിട്ട്, കൂട്ടുകാരുടെ ഉപദേശം, അധികമൊന്നും ഉപദേശിക്കുന്നവരില്ല, എങ്കിലും കൂട്ടുകാരുടെ ഉപദേശം കേട്ടിട്ടും അവർ ഇരുന്നിടത്തിരിക്കുവാനല്ലാതെ അല്പം പോലും ഒരു വ്യത്യാസപ്പെടുത്തുവാൻ തയ്യാറാകാത്ത ശഠ്യത്തിൻ്റെ ഒരു പ്രതീകമായി അങ്ങനെ നിലനിൽക്കുന്ന arrogance and the conceit of humanity is represented in the words of this one of the criminals. യേശുവിൻ്റെ കുരിശ് നടുക്ക്, അതിൽ നിന്ന് തുല്യ അകലത്തിൽ രണ്ടുപേരെയും ക്രൂശിച്ചിരിക്കുക.
ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് നിന്ന് അകലത്തിലാണ് ഇവരെന്ന് പറയാം. തുല്യ അകലത്തിൽ. അകലം അങ്ങോട്ട് അനന്തമായി കിടക്കുന്നത് മൂലം യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുത്താണ് ഇവരെന്നും പറയാം. ഒന്നുകൂടെ പറയാം. യേശുവിൻ്റെ കുരിശിൻ്റെ നിശ്ചിതമായ അകലത്തിലാണ് അവർ രണ്ടുപേരും. ഇതിൻ്റെ അങ്ങോട്ടുള്ള അകലം ഭാരതം കഴിഞ്ഞ് ശ്രീലങ്ക കഴിഞ്ഞ് അങ്ങനെ കിടക്കുമല്ലയോ? അപ്പം ആ അകലത്തിലോട്ട് മാറ്റിയോ അവരെ? ഇല്ലല്ലോ. അപ്പോൾ യേശുവിൻ്റെ അകലത്തിലാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ യേശുവിൻ്റെ ഒരു നിശ്ചിത അടുത്താണ് ഇവർ രണ്ടുപേരും. പ്രിയമുള്ളവരെ, അടുത്തിരുന്നാലും അകലെ ഇരുന്നാലും ആ സ്പേഷ്യൽ ടെമ്പറൽ എക്സിസ്റ്റൻസ് മൂലം ഗുണമൊന്നും ഉണ്ടാകില്ല. ഐ റിപ്പീറ്റ് ദ സെൻറ്റൻസ്. അടുത്തിരുന്നാലും അകലെ ഇരുന്നാലും ആ പ്രോക്സിമിറ്റി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഉണ്ടല്ലോ, നമ്മൾ വേണ്ട വീട്ടിലൊരുത്തൻ ഇരിക്കുന്നു, ആ വീടിന് തുരങ്കം വെക്കുക, അപ്പം വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞു, രക്ഷപ്പെട്ട് ഓടിപ്പോയി, നഗ്നനായി ഓടിപ്പോയി. വേറൊരാൾ അപ്പം വരെ ഭക്ഷിച്ചതിന് ശേഷം ഇതിനേക്കാൾ ദുഷ്കർമ്മമായ കാര്യം ചെയ്തിട്ട് പോയി. അവനും അടുത്തുള്ളവനാ, അപ്പത്തിൻ്റെ ആ താലത്തിൽ കൈവച്ചവനാ, അല്ല അകലെയുള്ളവനല്ല. അപ്പോൾ അടുത്തോ അകലെയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മളെങ്ങനെ ഇതിനെ വീക്ഷിക്കുന്നു, നമ്മുടെ സമീപനം, നമ്മുടെ മനസ്ഥിതി, നമ്മുടെ വ്യൂ ഓഫ് ലൈഫ്, അവർ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് മനോഭാവം. അങ്ങനെ യേശുവിൻ്റെ ശരീരത്തെ തഴുകി വരുന്ന അവൻ്റെ ആ വാക്കുകൾ, യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ്റെ വാക്ക്, യേശുവിൻ്റെ ശരീരം തഴുകി ഇവിടെ എത്തി, അത് കേട്ട് അവനങ്ങനെ മറുതലിച്ചതായ ആദാമിൻ്റെയും ഹവ്വായുടെയും പ്രതീകമായി ഈ ചരിത്രത്തിൽ അവതരിക്കപ്പെട്ട നിങ്ങളും ഞാനും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രതീകമായി അവനവിടെ നിൽക്കുമ്പോൾ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ പറയുകയാണ്, നമ്മൾ ന്യായമായതിൻ്റെ കൂലി മേടിക്കുന്നു, എന്നാൽ ഇവൻ നിഷ്കളങ്കനാകുന്നു എന്ന് പറയുക. അവനെ തിരുത്താൻ വരെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. സഭയുടെ ചരിത്രത്തിൽ ഈ അനുദപിച്ച, തൻ്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ ദുഷ്പ്രവർത്തിക്കാരന്, കള്ളന് തീത്തോസ് എന്ന പേര് പറയുന്നു. എങ്കിലും വേദപുസ്തകത്തിൽ ഒരിടത്തും പേര് പറഞ്ഞിട്ടില്ലായകയാൽ നന്മയിലേക്ക് വരാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന അനന്ത സാധ്യതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ പേര് പറഞ്ഞ മനുഷ്യൻ മാത്രമായി അത് തീർന്നേനെ. പേര് പറയാത്തത് കൊണ്ട് ബർന്നബാസെന്നോ തീത്തോസെന്നോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ആ കള്ളൻ്റെ സ്ഥാനത്തേക്ക് കയറ്റാം. The universal appeal of the gospel is reflected in the narrative that the name of both the criminals are not mentioned. പറഞ്ഞിട്ടില്ല. ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അന്ന് അവിടെ കൂടിയിരുന്നവരും ഇന്ന് ഉള്ള മനുഷ്യരും പലരും പറയുന്നത് ഇതാണ്, യേശു 10-33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ അനുസരിച്ച് അത്യാവശ്യം ആളുകളെ കൂട്ടി ചിട്ടയോടും വെടിപ്പോടും സമൂഹത്തിൻ്റെ ചിട്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തെന്ത് സാധ്യതകളുള്ള ഒരു വീട്ടിൽ നിന്ന് ലോകത്തിൻ്റെ ഒരു ക്രിമിനലായി മാറിയിരിക്കുന്നു, ദാണ്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് തലകുലുക്കി എല്ലാവരും പോയി. ഒത്തിരി ആളുകൾ തളിച്ചു കൂടിയായിരുന്നില്ല. അവരെല്ലാം പറഞ്ഞു. അറിഞ്ഞായിരുന്നോ, ആദ്യത്തെ ദിവസം ആരോപണം വന്നപ്പോൾ തന്നെ ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് സ്വകാര്യമായിട്ടൊന്ന് കണ്ടു.
മോശമാ പറച്ചിലുകൾ, സമൂഹത്തിൽ പറച്ച് കേൾക്കുന്നത് വളരെ മോശമാ, സൂക്ഷിക്കണേ. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് വരെ പറപ്പിച്ചു, മറിയാമിനെ കൊണ്ട് ഒന്ന് പറയിപ്പിച്ചു, മോനെ ഒന്ന് സൂക്ഷിച്ച് നടക്കണേ നാട്ടുകാർ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? പിന്നെ കുറച്ച് ഭക്തിയുള്ള ആളുകൾ, ദൂരെ നിന്ന് വന്ന ആളുകൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മാറത്തടിച്ചിട്ട് തിരിച്ചുപോയി. ഈ കള്ളനെക്കുറിച്ച് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കും എനിക്കും ക്രൂശിതനാകുന്ന യേശു തമ്പുരാനിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന അനന്ത സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, അനുദപിക്കുവാനുള്ള സന്ദർഭം, ജീവിതത്തെ തിരിച്ചറിയുവാനുള്ള സന്ദർഭം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. Jesus was the true God who reconciled himself with the criminal at the very moment of his dying. മരിക്കുന്ന ദൈവം ജീവിതത്തിൽ ഒരിക്കലും ഈ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യന് അല്പം വെളിച്ചം ലഭിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പ്രാണൻ വിടാൻ തുടങ്ങുമ്പോൾ അവനെ രക്ഷിച്ചു, നിത്യജീവനിലേക്ക് കൊണ്ടുപോയി. ലോക ചരിത്രത്തിൽ ദൈവം അപാത്തയോ ആണ്. പാത്തോസ് എന്ന വാക്കിന് സഫറിങ് എന്നാണ് അർത്ഥം. കഷ്ടപ്പെടുക, ദുഃഖം അനുഭവിക്കുക, മരണവും അതിൽ വിടും. പാസ്കോ എന്ന വാക്കിനും അതിൻ്റെ അർത്ഥമാണ്. ഇൻ ഗ്രീക്കുകാരുടെയും യഹൂദന്മാരുടെയും മറ്റെല്ലാവരുടെയും ചിന്തയിൽ ദൈവം നല്ല സർവശക്തനാകിയാൽ ദുഃഖമോ കണ്ണുനീരോ നെടുവീർപ്പോ ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ ദാരുണമായ അനുഭവമോ ഒന്നും ദൈവത്തിന് പറഞ്ഞിട്ടുള്ളതല്ല. അവൻ സർവാധിപതിയായി ആളുകളുടെ മേലിങ്ങനെ രാജാവായി വാഴുന്നവനാണ് ദൈവം. ഇവിടെ ഇതാ ഈ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ മരിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. സത്യസന്ധമായി ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, നോക്കിക്കേ, മരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? നീ വെള്ളിയാഴ്ച ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് യേശുവിനെ ഒന്ന് തൊട്ടും കൂടെ നോക്കിയിട്ട് മാർത്തോമാ ശ്ലീഹ ഇതിനടുത്തുള്ള സ്ഥലത്ത് വന്ന് നമ്മളെയെല്ലാം തിരിച്ച് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞ് നമ്മളെ ആക്കിയത് കൊണ്ടാണ്. ചരിത്രത്തിൽ ആദ്യമായി ദൈവം മരിക്കുന്ന സന്ദർഭത്തിൽ ആരും അവനിൽ വിശ്വസിക്കുകയില്ല. കാരണം ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെക്കാൾ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ഒത്തിരി ദൈവങ്ങളുടെ കയ്യിൽ ആയുധങ്ങളേ ഉള്ളൂ. സാധാരണ ഒരു മനുഷ്യൻ ഒരു തല കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ പല തലയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനാണെന്നുള്ളത് കാണിക്കാനാണ്. നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് ഒത്തിരി കൈകൾ കൊണ്ട് ചെയ്യുന്ന. അപ്പം ശക്തിമാൻ, ഓ പവർഫുൾ, ഓംനീഷ്യൻറ്റ്, ഓംനിപൊട്ടൻ്റ് ആൻഡ് പാൻഡക്രാറ്റയോൺ മീൻസ് എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്നുള്ള വിവക്ഷയിലുള്ള ആ ദൈവത്തെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെ മരിക്കുമ്പോൾ? അവൻ്റെ അനുഭവത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് ദാരുണമായി മരിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് യേശുവിനെ, അവൻ്റെ മുഖത്തേക്ക് നോക്കാനൊന്നും അവന് സാധിക്കത്തില്ലല്ലോ, തുല്യ വിധിയിൽ കിടക്കുക. ആ സാന്നിധ്യത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ ദൈവത്വം തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിച്ചു. Nobody in the history of humanity has ever recognized this divinity of Jesus who was dying like a criminal on the cross. ഇതെല്ലാം വാഗ്ദാനം പറഞ്ഞവർ, ഉപദേശം കേട്ടവർ, ചെറിയ ശിക്ഷകളും ശിക്ഷണങ്ങളും ഒക്കെ നേടി മുന്നോട്ട് പോയവർ തലേ ദിവസം തോട്ടത്തിൽ നിന്ന് തന്നെ ഓടിപ്പോയി. ശിഷ്യന്മാരെ ഒരുത്തം പിന്നെ ഈ ട്രയലിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇച്ചിരി അകലത്തിൽ പാലിച്ച് പതുപ്പുമൊക്കെ പുതച്ച് ഉടുത്തിരുന്ന വസ്ത്രം എടുത്ത് പതപ്പായിട്ട് പിടിച്ചു. അതുകൊണ്ട് അത് ഇട്ടേ ചോടി എന്ന് പറയുമ്പോൾ നഗ്നനായിട്ട് ഓടി പോകേണ്ട വന്നു. തീ കായുന്നിടത്ത് പോയി
തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ഒരുത്തരുമില്ല. 1994 കോട്ടയം പഴയ സെമിനാരിയിൽ 1ാം വർഷ വിദ്യാർത്ഥിയായി ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ എൻ്റെ വീട്ടിൽ മുട്ടത്ത് ഞാൻ വന്നിട്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തിരിച്ച് ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ്. KSRTC ഒരു ഫാസ്റ്റ് ബസ്സിൽ. മാവേലിക്കര വന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ബസ്സിൽ കയറി. എൻ്റെ സീറ്റിൻ്റെ പകുതി ഭാഗം, എൻ്റെ സീറ്റല്ല, ബസ്സിൻ്റെ സീറ്റിൻ്റെ പകുതി ഭാഗം ഫ്രീ ആയിട്ട് കിടന്നതുകൊണ്ട് അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. എൻ്റെ വസ്ത്രധാരണ 1ാം വർഷമാണേലും കണ്ടാലും കോട്ടയം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയുന്നവർക്കറിയാം, ഒരാളിനെ കണ്ടാൽ ഇത് സെമിനാരി വിദ്യാർത്ഥിയാണെന്ന് അറിയാൻ സാധിക്കും. ഇതുകൂടാതെ സുറിയാനി ഭാഷാ പ്രവേശിക എന്ന് പറയുന്ന ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. വൊക്കാബുലറിയൊക്കെ പഠിക്കാൻ വേണ്ടി യാത്രയാണെങ്കിലും നമുക്ക് നോക്കിയത് പഠിക്കാമല്ലോ. അങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുക്കൽ വന്നിരുന്ന ആൾ ബ്രദർ എന്ന് വിളിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ സെമിനാർ പറയാതെ തന്നെ അദ്ദേഹത്തിന് അറിയാം. കോട്ടയത്തെ നാട്ടകം ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു അധ്യാപകനായ ഒരു ഹൈന്ദവ സഹോദരനാണ് ആ വന്നത്. അപ്പോൾ ആദ്യത്തെ കുശല അന്വേഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണെന്നുള്ളതും കൂടെ കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് സംസാരത്തിൽ പോകാതെ ഹി റെസ്പെക്റ്റഡ് മീ ആൻഡ് ഗേവ് മീ മൈ സ്പേസ് ആൻഡ് ടൈം. ചങ്ങനാശ്ശേരിയിൽ ഈ ബസ് വന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ ബസ് ഒരുങ്ങുമ്പോൾ ഈ സാർ എഴുന്നേറ്റിട്ട് അല്പം കുനിഞ്ഞ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, യേശു സാക്ഷാൽ ദൈവം ആയിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സാറേ അങ്ങനെ പറഞ്ഞത്? അപ്പം പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്നാണ് യേശു പറഞ്ഞത്. പറുദീസയുടെ ഉടമസ്ഥനല്ലാതെ വേറെ ആർക്കും ഇത് പറയാൻ കഴിയുകയില്ല. ഭാരതത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് ഇതുപോലെയുള്ള വെളിച്ചമുള്ള ആളുകൾ യേശുവിൻ്റെ അതുല്യമായ ജീവിതം കണ്ടിട്ട് ബഹുമാന ഭക്തി ആദരവുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമോ? വേറെ ആരുടെ ജീവിതം കണ്ടിട്ട് മനുഷ്യൻ രക്ഷയിലേക്ക് വരാനാ? വെറുതെ സാൻമാർഗിക നിഷ്ഠയില്ലാതെ വെറുതെ മനുഷ്യനെ കൊല്ലുന്ന ഈ പേര് പറഞ്ഞ മനുഷ്യൻ്റെ തലവെട്ടിക്കളയുന്നതായ സംവിധാനത്തിൽ നിന്ന് ദൈവം മരിച്ച് ലോകത്തിന് ജീവനും രക്ഷയും നൽകുന്ന ഒരേ ഒരു ചരിതമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിദ്യാഭ്യാസം നേടുന്ന ഏത് മനുഷ്യനും തിരിച്ചറിഞ്ഞാൽ യേശുവിനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് നിന്നെക്കുറിച്ച് പറഞ്ഞ് അവൻ അനുവദിച്ചാൽ നിന്നെ അവിടെ കയറ്റാമെന്നല്ല പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കും ഇസ് എൻ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ who will put the faith in a dying God and see a good days after the tunnel. ഇത്രയും തിന്മയുടെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ മരണത്തിൻ്റെ താണ്ഡവമാടുന്നതിനപ്പുറത്ത് ശോഭനമായ ഒരു ദിവസവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രത്യാശയും വെളിച്ചവും ഉണ്ടാവുമെന്ന് ചരിത്രത്തിൽ ആദ്യമായി വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈ എന്തോരം ദൈവകൃപ ലഭിക്കണം. ആ ദൈവകൃപ അവന് ലഭിച്ചത് എവിടുന്ന? യേശുവിൻ്റെ സാന്നിധ്യം. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരുത്തനും ആ ജീവിതത്തിൽ നിന്ന് സ്പർശിക്കാതെ, അവനിൽ നിന്നുള്ള ആ നല്ല കിരണങ്ങൾ പ്രാപിക്കാതെ തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. You cannot be the same person. You will be transformed by the divine life of Jesus. അതാണ് എൻ്റെ വാക്കുകൾ. ഉപസംഹരിക്കട്ടെ.
കേവലം 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ട്, ഫ്രഞ്ച് രാജാവ്, പാരീസിലെ നോർത്താം കത്തീഡ്രലിലെ കിരീടധാരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർദിനാൾമാരും വിശുദ്ധനായ പോപ്പ് പയസ് 4-നും വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് ആദരപൂർവം അദ്ദേഹത്തിന് കിരീടം ധരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മഹത്തായ ചടങ്ങിൽ അവരുടെ സാന്നിധ്യത്തിൽ ദേവാലയത്തിൻ്റെ നടുവിലേക്ക് ബോണാപ്പാർട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും വന്ന യാതൊരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ കൂടാതെ ഇവിടെ കരുതി വച്ചിരുന്നതായ കിരീടമെടുത്ത് സ്വയം അണിയുകയും അടുത്ത കിരീടം തൻ്റെ പ്രിയപത്നിയായ ജോസഫിനെ അണിയിക്കുകയും ചെയ്ത് വന്നതുപോലെ തിരിച്ചുപോയി. യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അദ്ദേഹം പിടിച്ചടക്കി. എന്നാൽ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണാപ്പാർട്ട് പിടിക്കപ്പെട്ടു. എതിർകക്ഷിയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ചു. സെൻറ്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. പതിറ്റാണ്ടുകൾ അവിടെ അദ്ദേഹം തടവിലാക്കപ്പെട്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ നെപ്പോളിയൻ ബോണാപ്പാർട്ട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചു. What can I do at the end of the day sitting on a slippery rock? ഈ അവസാനം വഴുവഴുപ്പുള്ള ഈ പാറയിലിരിക്കുന്ന നിസ്സഹായനായ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാണ് അപ്പുറത്ത് കിടന്ന ദുഷ്പ്രവർത്തിക്കാരനും ചിന്തിച്ചത്. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് ചെയ്യാൻ സാധിച്ചതായ യൗവനത്തിലും എത്രയോ ആളുകളെ എൻ്റെ വാളുകൊണ്ട് ഞാൻ നിഷ്ഠൂരം കൊന്നു. എത്ര ആളുകളെ ഞാൻ തടവിലാക്കി. എത്ര രാജ്യങ്ങൾ മറിച്ചിടുന്നതിന് ഞാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. അങ്ങനെ പേരിനും പ്രസക്തിക്കും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി അതിൻ്റെ വിശ്രുതി വർദ്ധിപ്പിക്കുവാൻ ന്യായം കണ്ടെത്തി തൻ്റെ ആയുസ് മുഴുവൻ വിനിയോഗിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ശവകുടീരത്തിൽ ബ്രിട്ടീഷുകാരനായ ഒരു ഭടൻ ഇങ്ങനെ എഴുതി വെച്ചു: ഹിയർ ലൈസ് എ മാൻ ഹൂ ഹാസ് നോ നെയിം. ഇവിടെ ഒരുവൻ കിടപ്പുണ്ട്, അവന് പേര് ഇല്ല. ഹിയർ ലൈസ് എ മാൻ ഹൂ ഹാസ് നോ നെയിം. And here hang a man who also has no name. യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടതായ ഈ യേശുവിനെ മഹത്വം തിരിച്ചറിഞ്ഞതായ ആ മനുഷ്യനും പേരില്ല, പേരും പ്രസക്തിയുമല്ല. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് ദാരുണമായ അന്ത്യത്തിലെത്തി അവസാനിപ്പിക്കുമെന്ന് പറയുന്ന സ്ഥലത്തും യേശു രക്ഷാദായകനാകിയാൽ, യേശു ദൈവമാകിയാൽ, അവൻ നിങ്ങളെ എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയുന്നതിനാൽ അവൻ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ മനുഷ്യനാക്കി മനുഷ്യവർഗത്തെ മുഴുവൻ മാറ്റാൻ കഴിയുമെന്നുള്ള രക്ഷാദായകമായ അനന്തമായ സാധ്യതയാണ് ആ ക്രൂശിലൂടെ യേശുവിൻ്റെ വചനങ്ങളിലൂടെ ലോകത്തിന് വിളംബരം ചെയ്തു നൽകുന്നത്. വാട്ട് ക്യാൻ ഐ ഡു ഇൻ ദിസ് പെരിലസ് സിറ്റുവേഷൻസ്, ദ മോസ്റ്റ് റെപ്രഹെൻസിബിൾ സിറ്റുവേഷൻ, വാട്ട് മോസ്റ്റ് ഡെപ്ലോറബിൾ സിറ്റുവേഷൻസ്, വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് ക്യാൻ ഐ ഇമാജിൻ, വാട്ട് ക്യാൻ ഐ ഡ്രീം ഫോർ എന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക. ക്രൂശിൽ പ്രാണൻ വെടിയുന്ന യേശു, രക്തം വാർന്നൊഴുകുന്നതായ യേശു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി മനുഷ്യവർഗത്തോട് അവൻ്റെ അണിപ്പിടലുകളാൽ നമുക്ക് രോഗസൗഖ്യം വരുവാൻ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ രൂപം മാറി നമ്മുടെ ചതഞ്ഞുടഞ്ഞ മുറിവുകളുള്ള ഈ തിന്മപ്പെട്ട ഈ അന്ധകാരത്തിൻ്റെ ശക്തികളിൽപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ശരീരത്തോട് രൂപാന്തരപ്പെട്ട് താതാത്മ്യം പ്രാപിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തെ നാം ഒന്ന് ശ്രദ്ധിച്ച്, എൻ്റെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്ത് ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തെ ഫലമേൽപ്പിച്ചാൽ അവൻ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉദാത്ത
ഉദാത്തമായി ഏറ്റവും ഉത്കൃഷ്ടമാക്കി മാറ്റാൻ തക്കവണ്ണം സാധിക്കുമെന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എക്കാലത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെയും എക്കാലത്തെയും നമ്മുടെ ജീവിതത്തെയും തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ് ഇത്. വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തോടൊപ്പം പറുദീസയിൽ ഇരിക്കുമെന്ന് വാഗ്ദാനം ലഭിച്ച് ഇരുന്നിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ മാനസാന്തരത്തിലേക്ക് പോയ, തൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞിട്ട് അവരനെ തിരിച്ചറിയുവാൻ സാധിച്ച് വിജയിച്ച. എല്ലാവരുടെയും ജീവിതത്തിൽ രണ്ട് തലമുണ്ട്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഏത് ജ്ഞാനമാർഗത്തിലൂടെയും ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ മാർഗം പറഞ്ഞു നടക്കുന്ന 101 വയസ്സുള്ള ആളിനെ ഇപ്പോഴും ക്രിമിനലായിട്ട് ചിലപ്പോൾ പിടിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനുഭവം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും നന്നാവുമെന്ന് വിചാരിച്ചാൽ നടക്കുമോ വെച്ചാ? ആ ഫിലോസഫിയിലൊക്കെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. മനുഷ്യൻ ജ്ഞാനം പ്രാപിച്ചാൽ അതിൽ നിന്ന് നന്മയിലേക്ക് വരും. അച്ഛൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഏത് പ്രായത്തിൽ ഈ ജ്ഞാനം പ്രാപിക്കുമെന്നാ? പ്രായമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. യേശുവിൻ്റെ ജീവിതം ടച്ച് ചെയ്തപ്പോൾ, unless your life is related to the life of Jesus, unless you get an abundance of grace through the sheer outflow of the love of God, your life can never be changed. നമ്മുടെ ജീവിതം മാറുകയില്ല. അത് ഈ മനുഷ്യന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ യേശുവിനെ തിരിച്ചറിയുന്നവന്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവനുള്ള സാധ്യതയാണ് യേശു വാരി വിതറിയെന്ന് നൽകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുവിൻ്റെ ഒപ്പം ആയിരുന്നത് കൊണ്ടോ, യേശുവിനോട് കൂടെ ഗണിക്കപ്പെട്ടത് കൊണ്ടോ നാം ആരെന്ന് തിരിച്ചറിയുന്ന ആദ്യത്തെ ഒരു പരിചിന്തനം ഉണ്ടായാൽ, ക്രിമിനലായി എണ്ണപ്പെട്ടയാളാണ് യേശുവെന്ന്, ആ യേശു ദൈവമാണ് എന്ന് അവന് മഹത്വം ഇനി ഉണ്ടാവുമെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് ദൈവകൃപയിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതിയ വിചിന്തനത്തിൻ്റെ ആദ്യപടിയാണ്. നാം ആരാകുന്നു എന്ന് ചിന്തിക്കേണ്ടത്. നാം ആരാകുന്നു എന്നുള്ളതിന് ധാരാളം ഉത്തരങ്ങൾ ഉണ്ട്. ഞാനൊരു പിതാവാകുന്നു, മാതാവാകുന്നു, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആകുന്നു, ഞാൻ ഇവിടുത്തെ ചുമതലക്കാരനാകുന്നു, ഞാനിതിൻ്റെ മാനേജറാകുന്നു, ഞാനിതിൻ്റെ CEO ആകുന്നു, ഞാൻ എൻ്റെ CFO ആകുന്നു. ആ ഡെഫിനിഷൻ അതല്ല. ഇൻ റിലേഷൻ ടു ദ ലൈഫ് ഓഫ് ജീസസ്. അതാ. മറ്റേ ഒത്തിരി പേരും പെരുമയൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ഒക്കെ അറിയാം. ഇൻ റിലേഷൻ ടു ദ ലൈഫ് ഓഫ് ജീസസ്. When Jesus' life is offered for your betterment, you have to count the life of Jesus, relating his life to your life and my life. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ആരാണെന്നുള്ള ഒരു പരിചിന്തനം നമുക്ക് കിട്ടും. ആത്മാവ് നമുക്കുള്ളിൽ പ്രചോദനം നൽകിയിട്ട് നാം തിരിച്ചറിയും ആന്തരിക നേത്രങ്ങളാൽ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നാശത്തിലേക്ക് പോകുന്നവനെ നന്നാക്കാൻ കൂടെ നമ്മൾ ശ്രമിക്കും. ആ സാധ്യത അവന് കൊടുത്തിട്ട് അവനത് നഷ്ടപ്പെടുത്തിയെങ്കിലും ആ സാധ്യതയ്ക്ക് അവനെ ഉപയുക്തനാക്കുവാൻ ഈ ഒരു മനുഷ്യന് സാധിച്ചു. വെളിച്ചം നൽകി, ഇരുട്ടെ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ന്യായവിധി? ന്യായവിധി എന്നതോ, വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദുഷ്കർമ്മമാകിയാൽ അവൻ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുന്നതാണ്. മുഴുവൻ ആളുകളും അങ്ങനെയാണല്ലോ. ആരും പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ തിന്മയെന്ത് നന്മയെന്ത്, എനിക്ക് പ്രയോജനപ്പെടുന്നതാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതാണെന്ന് അറിയാത്ത ആരുമില്ല. വിൽഫുള്ളായി അറിഞ്ഞ് ചോയ്സോടുകൂടി നമ്മൾ ആ നന്മയെ നിഷേധിക്കുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ അവൻ്റെ കൂടെ ഗണിക്കപ്പെട്ട ക്രിമിനലിൽ നിങ്ങൾക്ക് യേശു രാജാവാകാം, പക്ഷേ
നിങ്ങളുടെ ആരുടെയും ജീവിതവുമായി അതിനെ ഒട്ടിച്ചേർത്തിട്ടില്ല. ഇന്ന് ആ നിങ്ങൾ രാജാവെന്ന് വിളിച്ച, ആ ഓശാന പാടിയ, അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്ത, ദാവീദ് പുത്ര എന്ന് വിളിച്ച യവൻ്റെ തിരുജനനത്തിങ്കിൽ അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്നൊക്കെ പെരുമ പറഞ്ഞ ആ ദൈവം എൻ്റെ കൂടെ ഒരു ക്രിമിനലാ. ആ ക്രിമിനലിൽ ദൈവത്വം കണ്ടെത്തുവാൻ ആദ്യപടി കടന്നവന് സാധിച്ചു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി, മനുഷ്യരുടെ മാത്രമല്ല, പാപത്തിൻ്റെ തലങ്ങൾ, ദ ഡൈമെൻഷൻ ഓഫ് സിൻ ഈസ് നോട്ട് ഓൺലി in the life of humans and the other creatures, but it has the ramification of the sin has an unfathomable depth and which cannot be gauged in human language. അപ്പോൾ ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും മഞ്ഞുരുകിയാലും കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയാലും എല്ലാം നമ്മൾ ചെയ്ത, ഞാനല്ല എന്ന് പറഞ്ഞാലും എൻ്റെ അപ്പച്ചൻ ചെയ്ത, അതിൻ്റെ അപ്പച്ചൻ ചെയ്ത, അവിടുന്ന് ചെയ്തതിൻ്റെ പരിണത ഫലമാണ്. അപ്പോൾ മനുഷ്യവർഗം മുഴുവൻ ഇങ്ങനെ പാപമംഗലമായ ജീവിതത്താൽ നട്ടം തിരിയുമ്പോൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച യേശു തമ്പുരാൻ ഇന്ന് ആ ദുർഗതി മാറ്റി നല്ല സദ്ഗതി മനുഷ്യവർഗത്തിന് നൽകി. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ത്യാഗം ഏറ്റെടുത്ത ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം, വണങ്ങാം, വന്ദിക്കാം. അവനെ ദൈവമായി സ്വീകരിച്ച് അവനിൽ എപ്പോഴും നമ്മുടെ പ്രത്യാശ വെക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾക്കും രോഗങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും അടികൾക്കും ചതവിനും എല്ലാത്തിനും പരിഹാരം വരുത്തുകയും നമ്മെ അനന്ത സാധ്യതയുള്ള ഉത്കൃഷ്ട ജീവികളായി മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് അവനെ പ്രത്യാശ വെക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അനുഗ്രഹീതമായ രക്ഷാ ദിവസത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കർത്താവിനെ ആരാധിപ്പാനുള്ള സൗഭാഗ്യം ലഭിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.